ഫലം അതാണല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിച്ചെന്താണ്? ആ സ്ഥാനാർത്ഥി നിർണയിച്ച് ശരിയായ സ്ഥാനാർത്ഥി ആയില്ല എന്നല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ മാറിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. അതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് പരസ്പരം മനസ്സിലാക്കി മേലാൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അതിനനുസരിച്ച് കാര്യം. പിന്നെ പാർട്ടി വേറെ AK ശശീന്ദ്രൻ വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നെന്ന് ഒരു പരാമർശം ഉണ്ടായി, മാധ്യമങ്ങളിൽ വന്ന കാര്യം. അത് വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇല്ലെന്ന് ഇത്തരത്തിൽ പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും NCP പിളർപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം NCP നീതിയുടെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് തെറ്റുമ്പോൾ നയപരമായ കാര്യങ്ങളുടെ പേരിലല്ലാതെ സംഘടനാപരമായ കാര്യങ്ങളുടെ പേരിലോ വ്യക്തിനിഷ്ഠമായ കാരണങ്ങളുടെ പേരിലോ പാർട്ടി വളർത്താൻ AK ശശീന്ദ്രനോ മുക്കം മുഹമ്മദോ ഇല്ല. വിമർശനം ഉൾക്കൊള്ളണമല്ലോ. പിന്നെ ഇങ്ങനെ പാർട്ടി ഏത് പാർട്ടിയിൽ വിമർശനം അത് പറഞ്ഞല്ലോ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലിച്ചു പറ്റില്ല. സ്ഥാനാർത്ഥി കാരണമാണ് തോൽവി. അതും ഒരു കാരണമാണ്. അതെ, അത് പല കാരണങ്ങളിൽ ഒന്നതാണ്. ജില്ലാ കമ്മിറ്റി എങ്ങനെ അല്ല ആ പറഞ്ഞതിന് പിന്നെ ഫലം അതാണല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിച്ചെന്താണ്? ആ സ്ഥാനാർത്ഥി നിർണയിച്ച് ശരിയായ സ്ഥാനാർത്ഥി ആയില്ല എന്നല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ മാറിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണ്. അത് സാങ്കല്പികമായ ഒരു ചോദ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച ഉണ്ടായെന്ന് പറയുമ്പോൾ AK ശശീന്ദ്രന് സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല സംസ്ഥാന കേന്ദ്ര NCP നേതൃത്വത്തിനും വീഴ്ച ഉണ്ടായി. ആർക്കാണോ ഉത്തരവാദിത്വം? അവർക്കല്ല, ഞാൻ ഉൾപ്പെടെ. കേന്ദ്ര നേതൃത്വത്തോടും ഞാൻ ഉൾപ്പെടെ. വലിയൊരു തെരഞ്ഞെടുപ്പ് അത് അനാവശ്യമായൊരു ചോദ്യം. അങ്ങനെ ശരത് പവാറിന്റെ പാർട്ടിയാണ് ഞങ്ങളെ പാർട്ടി. ഇത് NDAയുടെ ഘടകകക്ഷിയായിട്ടില്ല ഇതുവരെ. എന്നാൽ അത്തരം വാർത്തകൾ ധാരാളം വരുന്നുണ്ട്. ആ വാർത്തകൾ അങ്ങനെ സംഭവിക്കുന്ന ഘട്ടത്തിലല്ലാതെ, അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ ഒരു ആര് തമ്മിലും വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി കേരളത്തിലെ NCP പ്രവർത്തകന്മാർ NDA സഖ്യത്തെ ചോദ്യം ചെയ്യും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റി എന്ന് പറഞ്ഞാൽ അന്തിമ തീരുമാനം എടുത്തത് ശരത് പവാറാണ്. ശരത് പവാറിന് വീഴ്ച പറ്റി എന്ന് പറയാൻ പറ്റും ഒരു വ്യക്തിക്ക്. അത് ഇവിടുന്ന് നമ്മളിപ്പോൾ പറയുന്നതിൽ അദ്ദേഹത്തിന് റിപ്പോർട്ടുള്ളൂ. അതുകൊണ്ട് നേതൃത്വം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനാണ് വന്നത്, അല്ലാതെ വേറെ ആർക്കും പറ്റിയെന്ന് ഞാൻ പറയില്ല. അല്ല, ഏതായാലും സ്ഥാനാർത്ഥിയെ മാറിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ തോറ്റതിലൂടെ ജനങ്ങൾ പറഞ്ഞത്. ആ ജനവിധി ഞാൻ മാനിക്കുന്നു. ഇല്ലില്ല, ആരും എനിക്ക് രണ്ടു കാലേ ഉള്ളൂ. പിന്നെ അത് അവിടെ തന്നെ അല്ല, വോട്ടിന് CPM NCP BJP എന്നൊന്നുമില്ല. നേരത്തെ സഹപ്രവർത്തകനായിരുന്ന ഒരു ശശീന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതിന് പിന്നിൽ സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ആളുകളാണെന്നുള്ള അന്ന് തന്നെ ആരോപണം ഉയർന്നതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അന്നൊരു ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ. പലരും പറഞ്ഞിരുന്നു. അല്ല, എനിക്കങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. ഞാനങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുമില്ല. ശരിയല്ല. പിന്നെ ഒന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ യോജിപ്പിന്റെ മേഖല എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊരു പൊളിറ്റിക്കൽ പോയിന്റിലാണ്. ആ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ ആശയമാണ്. അതിന് ദോഷം സംഭവിക്കുന്ന ഒരു കാര്യവും കേരളത്തിലെ ഒരു NCP പ്രവർത്തകനും ചെയ്യില്ല. അതിലാണ് ഞങ്ങൾ ഐക്യം. ആ ഐക്യത് ജനങ്ങൾ എന്നെ തോപ്പിച്ചാൽ അങ്ങനെ തന്നെയല്ലേ? അല്ല, അത് ഗൗരവത്തിലെടുത്ത് കാണൂല. LDFിലെ ചെറു കക്ഷികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. ആർക്കും ജയിക്കാൻ പറ്റിയില്ല. ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ നടത്തുന്നൊക്കെ പല ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഐക്യമുന്നണി രൂപത്തില്. ഇപ്പൊ ഐക്യമുന്നണി നമ്മൾ ഒരുമിച്ചാണല്ലോ ഉള്ളത്. പാർട്ടി അല്ലെങ്കിൽ പുതിയൊരു അതൊക്കെ പല ആശയങ്ങളും ഉണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.